നമസ്കാരം. UDF സുനാമിയിൽ LDF ഒന്നാകെ കടമുഴകിയ ഒരു തെരഞ്ഞെടുപ്പ് എന്നാകും ഈ 2026 ഈ തെരഞ്ഞെടുപ്പ് അറിയപ്പെടുക. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണക്കുകൂട്ടലുകൾ പിഴച്ചുപോയത് എങ്ങനെയായിരിക്കും? VD സതീശൻ്റെയും UDFൻ്റെയും CP റാഷിദിൻ്റെയും ഒന്നും കണക്കൂട്ടല്ല, നമ്മുടെയൊക്കെ കണക്കൂട്ടലുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവരൊക്കെ പറഞ്ഞതുപോലെ സംഭവിച്ചു എന്നുള്ളത് വസ്തുതയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനവും ആദ്യമായും പരിശോധിക്കപ്പെടേണ്ട കാരണമായി എനിക്ക് തോന്നുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. ഭരണവിരുദ്ധ വികാരം എന്നുള്ളതിനപ്പുറത്ത് പാർട്ടി വിരുദ്ധ വികാരം എന്ന വികാരം അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് പല സീറ്റുകളിലെയും പ്രധാനപ്പെട്ട റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി നിശ്ചയിച്ച് മുന്നോട്ട് കൊണ്ടുപോയത് അല്ലെങ്കിൽ CPMന് ഇത്രയധികം ആഘാതം ഏൽപ്പിച്ചത് CPM പ്രവർത്തകരാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങ് വടക്ക് മുതൽ തെക്ക് വരെ CPMന് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്ന് സമ്മാനിച്ചത് പാർട്ടിക്കാർ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനനുസരിച്ച് പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങളിലെ കാര്യങ്ങൾ, അതിൽ വിമർശിക്കപ്പെടേണ്ട കാര്യങ്ങളൊക്കെ നിലനിൽക്കുകയാണ് ഞാൻ ഈ പോയിന്റ് എടുത്ത് പറയുന്നത്. CPMന് അനിവാര്യമായ സമയത്ത് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ഏൽപ്പിച്ചു പാർട്ടി എന്ന് കണക്കുകളും വിജയത്തിൻ്റെ വിശകലനം നമ്മളെ ബോധ്യപ്പെടുത്തും. ഉദാഹരണത്തിന് പല രീതിയിൽ ആഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി, മരുമകൻ, പിണറായിസം, ഇതൊക്കെയായിരുന്നു UDFൻ്റെ പ്രധാന മുദ്രാവാക്യം. അത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. അപ്പോൾ തന്നെ ജനങ്ങൾക്ക് മുന്നിൽ എന്താണ് വാസ്തവം എന്ന് തെളിയിക്കുന്നതിനായുള്ള പല രീതിയിലുള്ള ചർച്ചകളൊക്കെ രൂപപ്പെട്ടു. എന്നാൽ അത് ഇപ്പോൾ റിയാസിൻ്റെയൊക്കെ വിജയം നമ്മുടെ മുമ്പിലുണ്ട്. പല രീതിയിലുണ്ടായപ്പോഴും റിയാസിൻ്റെയൊക്കെ മുന്നേറ്റം അത് എത്രമാത്രം ഏശിയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. എന്നാൽ പല ഘട്ടങ്ങളിലും ജനം മനസ്സിലാക്കിക്കോളും എന്ന പഴയ രീതിയിലാണ് CPM പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ജനകീയമായിരുന്നില്ല ആ പ്രവർത്തന ശൈലി എന്ന് തെളിയിക്കുകയാണ്. അത് സ്വന്തം പാർട്ടി അണികൾ പോലും പാർട്ടിക്കാർക്ക് മനസ്സിലാവുന്ന ടെർമിനോളജിയൊക്കെ ഉപയോഗിച്ച് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അത് പൊതുജനത്തിലേക്ക് എത്തുന്നില്ല, പൊതുജനത്തിലേക്ക് വിരുദ്ധമായ നിലയിലാണ് ആ കാര്യം എത്തുന്നത് എന്ന തോന്നൽ പല ഘട്ടങ്ങളിൽ നമ്മളിതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അത്തരത്തിലുള്ളൊരു തോന്നൽ യാഥാർത്ഥ്യമായിരുന്നു എന്ന് ഈ റിസൾട്ട് കൂടി തെളിയിക്കുന്നുണ്ട്. നോക്കുക, അപ്പോൾ തുടർഭരണം അനിവാര്യമാണ് എന്നാണ് പാർട്ടി കാഴ്ചപ്പാടുണ്ടായിരുന്നത്. അതിനുവേണ്ടി സാധാരണ പ്രവർത്തകർ കഷ്ടപ്പെട്ട് പണിയെടുക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി മറ്റ് ചില താല്പര്യങ്ങൾ കൂടി കടന്നു കൂടി എന്ന് പ്രവർത്തകർ സംശയിച്ചു എന്ന് വേണം ചില ഫലങ്ങൾ നമ്മളെ മനസ്സിലാക്കിക്കാൻ. ഉദാഹരണത്തിന് 2 സ്ഥാനാർത്ഥിത്വങ്ങൾ നോക്കുക. ഒന്ന് തളിപ്പറമ്പിൽ PK ശ്യാമള, രണ്ടാമത്തേത് പേരാവൂരിൽ KK ശൈലജ ടീച്ചർ. ഇതൊന്നും കൂടാതെ മൂന്നാമതൊരു സ്ഥാനാർത്ഥിത്വം കൂടിയിട്ട് പയ്യന്നൂരിൽ, ഒപ്പം G സുധാകരൻ വരെ നീളുന്ന ആ ഒരു സംഘത്തിൻ്റെ ഒരു വലിയ നിര ഉണ്ട്. ജനങ്ങൾക്കിടയിൽ വിവേചനങ്ങളുണ്ട്, അത് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയത്ത് നമ്മൾ ന്യൂസ് ഹൗസിൽ തന്നെ ചർച്ച ചെയ്ത കാര്യമാണ് തളിപ്പറമ്പിലെ കാര്യം. തളിപ്പറമ്പിൽ MV ഗോവിന്ദൻ മാഷിൻ്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയത് മട്ടന്നൂരിൽ നിന്ന് KK ശൈലജയെ ഒരു മണ്ഡലം പിടിക്കാൻ എന്ന് പറഞ്ഞ് UDF മണ്ഡലമായ പേരാവൂരിലേക്ക് വിടുന്നു. ശരിയാണ്, നല്ല നീക്കമാണ്. മണ്ഡലം പിടിക്കാനാണല്ലോ, ഭരണം നിലനിർത്താനുള്ള കഷ്ടപ്പാടാണല്ലോ. എന്നാൽ തളിപ്പറമ്പിൽ എന്താണ് സംഭവിച്ചത്? തളിപ്പറമ്പിൽ MV ഗോവിന്ദൻ മാഷ് മാറുമ്പോൾ ഒരു സ്ത്രീയെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുന്നു. അത് കഴിഞ്ഞ് വളരെ യാദൃച്ഛികമെന്നോണം MV ഗോവിന്ദൻ മാഷിൻ്റെ ഭാര്യ സ്ഥാനാർത്ഥിയാവുന്നു. അവിടെ N സുകന്യയെ പോലുള്ള നേതാക്കളുണ്ട് എന്ന് പാർട്ടിയിൽ തന്നെ ചർച്ച ഉയർന്നു വന്ന റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ഇത്തരത്തിലൊരു തീരുമാനം വന്നത്. PK ശ്യാമളയ്ക്ക് എന്തെങ്കിലും ഒരു അയോഗ്യതയുണ്ടോ എന്നതല്ല പ്രശ്നം. യോഗ്യതയുണ്ടാകാം, ടീച്ചർ യോഗ്യയാണ്, അങ്ങനെ ഒരു മത്സരത്തിനൊക്കെ യോഗ്യയാണ്. പക്ഷേ പൊതുജനം എന്താ നോക്കുക? ഭർത്താവ് മാറുമ്പോൾ ഭാര്യയെ നിർത്തി എന്ന കാര്യമാണ്. ഈ ഒരു ഭരണത്തിലേക്ക് എത്തുക അനിവാര്യമായൊരു ഘട്ടത്തിൽ അങ്ങനെ ഒരു റിസ്ക് നമ്മൾ എടുക്കണമായിരുന്നോ എന്ന ചോദ്യം പാർട്ടി പ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. എതിരാളികൾക്ക് കേരളം മുഴുവൻ വിഷയമാക്കാൻ പറ്റിയ ഒരു കാര്യം അതാക്കുകയും ചെയ്തു. CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ സേഫായൊരു മണ്ഡലത്തിൽ നിർത്തി മുഖ്യമന്ത്രിയാകാൻ പോലും സാധ്യതയുണ്ട് എന്ന് ജനം കരുതുന്ന ശൈലജ ടീച്ചറെ തോൽക്കാനായിട്ടുള്ള പേരാവൂരിലേക്ക് മാറ്റുകയും ചെയ്തു. അപ്പോൾ മണ്ഡലം പിടിക്കാനുള്ള പരിപാടിയല്ല എന്ന് ജനം സംശയിച്ചു. അതായത് പാർട്ടി പ്രവർത്തകർ എങ്ങനെയെങ്കിലും ഭരണം ലഭിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ അതിനിടയിൽ കൂടി ചില താല്പര്യങ്ങൾ തിരികെ കയറ്റി എന്ന് സംശയിച്ചു. അത്ര വലിയ റിസ്ക് എടുത്ത് അങ്ങനെയൊക്കെ തന്നെ ഭരണം കിട്ടണം എന്ന് ചിലരൊക്കെ ആഗ്രഹിക്കുന്നു എന്ന്. അതുപോലെയാണ് പയ്യന്നൂരിലും ഒക്കെ സംഭവിച്ചത്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ എന്ന പഴയകാല പാർട്ടി പ്രവർത്തകൻ നിലവിലെ MLAക്കെതിരെ അണിനിരന്നു. അതിൽ രക്തസാക്ഷി ഫണ്ട് എന്ന പ്രശ്നം, ധനരാജ് രക്തസാക്ഷി ഫണ്ട് എന്ന പ്രശ്നം ഉയർത്തിയിട്ട് പാർട്ടിയുടെ പതിവ് രീതി വെച്ച് കണക്ക് പരിശോധിച്ചു പറഞ്ഞു. എന്നാൽ പഴയ കാലമല്ല, ഓരോ വ്യക്തിയോടും വിശദീകരിക്കേണ്ടത് അനിവാര്യതയുള്ള കാര്യമാണ്. അതുകൊണ്ട് പാർട്ടിയുടെ ബോധ്യം, ആ ആരോപണം വ്യാജമാണ് എന്ന ബോധ്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു. അത് സാധ്യമായില്ല എന്ന് മാത്രമല്ല, പ്രതിഷേധം രൂപം കൊള്ളുകയും തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം പാർട്ടിക്ക് പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ
തന്നെ തിരിച്ചടിയിൽ ഉണ്ടായി. അവിടെ സ്വതന്ത്രന്മാർ ജയിച്ചു വരുന്ന അവസ്ഥയുണ്ടായി. അത് പക്ഷേ പാർട്ടിക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. പുറമേ നിന്ന് നമുക്ക് നോക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു സംഘടനാ സംവിധാനം പതിവ് രീതി അനുസരിച്ച് മുന്നോട്ട് പോകുന്നു, അതിനനുസരിച്ചൊരു മുന്നേറ്റം ഉണ്ടാകും എന്ന് വിചാരിക്കാമെങ്കിലും ഇത് പുതിയ കാലത്ത് അതിനനുസരിച്ചിട്ടുള്ള ജനങ്ങൾക്ക് വിശകലനം ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വിജയിച്ചില്ല. TI മധുസൂദൻ്റെ നിരപരാധിത്വം പാർട്ടിക്ക് ബോധ്യമായി എന്ന് പറഞ്ഞതുകൊണ്ട് അത് പ്രവർത്തകരെ ബോധ്യപ്പെടുത്താനായില്ല. മാത്രമല്ല പ്രാദേശിക കമ്മിറ്റികൾ, ലോക്കൽ കമ്മിറ്റികളടക്കം പ്രശ്നം ഉന്നയിച്ചിട്ടും മധുസൂദനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി. ഭരണം പിടിക്കാൻ പലയിടത്തും പല മണ്ഡലത്തിലും വിട്ടുവീഴ്ച ചെയ്യും എന്ന് പറഞ്ഞ പാർട്ടി പയ്യന്നൂരിലും തളിപ്പറമ്പിലും മട്ടന്നൂരിലും ഒന്നും അതിന് തയ്യാറായില്ല എന്ന ആളുകൾക്ക് ബോധ്യം വന്നു. കുഞ്ഞികൃഷ്ണൻ കൂടി സ്ഥാനാർത്ഥിയായതോടെ പയ്യന്നൂരിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇത്തരത്തിൽ നേരിടേണ്ടി വന്നത്. അത് മറ്റ് മണ്ഡലങ്ങളിലേക്കും കൂടി ആഞ്ഞടിച്ചു. ഇതൊരു പക്ഷേ മൊത്തത്തിലുള്ള സർക്കാർ വിരുദ്ധ വികാരത്തിലും വലിയ ശക്തിയായി എതിരായി മാറി. പാർട്ടിയുടെ ഈ നിലപാടിന് പ്രവർത്തകർ തന്നെ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നൽകി എന്നതാണ്. മറ്റൊന്ന് ജനങ്ങളോടുള്ള ആശയവിനിമയമാണ്. ഇത് സമഗ്രമായ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ ശൈല ടീച്ചറെ പേരാവൂരിലേക്ക് മാറ്റിയതിൻ്റെ തുടർച്ചയും. അത് ഒതുക്കാനാണോ ഒഴിവാക്കാനാണോ എന്ന സംശയം കൂടി വരും ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥിത്വം കൂടി അപ്പുറത്ത് വന്നപ്പോൾ. ഇനി ജനങ്ങളോടുള്ള ആശയവിനിമയമോ ഇങ്ങനെ എല്ലാം ഉണ്ടായാലും അത് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ. CPMൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം കമ്മ്യൂണിക്കേഷനാണ് ഇപ്പോൾ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിൽ വിജയിക്കുന്നില്ല. ഭരണതലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കുന്ന ശൈലിയുണ്ട്. അതിൻ്റെ വഴിക്ക് പോകുമ്പോൾ തന്നെ സമാന്തരമായി പാർട്ടി തലത്തിൽ എക്കാലത്തും ശക്തമായൊരു സംവിധാനമായി പാർട്ടി സെക്രട്ടറിയുടെ നേതൃത്വം ആശയവിനിമയത്തിന് നിലകൊണ്ടു. ഇപ്പോൾ പാർട്ടി ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പം അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തകരെ ആവേശഭരിതരാക്കാനോ നിരാശയിൽ നിന്ന് മാറ്റാനോ ഒക്കെയുള്ള വിശകലനങ്ങളോ വിശദീകരണങ്ങളോ പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് വരണം. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? സെക്രട്ടറി വരും, ചാനലുകാരെ കാണും, അപ്പോൾ തർക്കിക്കും. ചാനലുകാരോട് ഗോവിന്ദ മാഷ് തർക്കിക്കും, അവരെന്തെങ്കിലും പറയും, മൂപ്പര് തർക്കിക്കും. പറയാൻ വന്ന കാര്യമൊന്നും വാർത്തയാവുകയോ ആളുകളിൽ എത്തുകയോ ചെയ്യില്ല. പാർട്ടി കേഡർമാരോട് സംസാരിക്കുന്ന ഭാഷയിൽ ആശയവിനിമയം നടത്തും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ ന്യൂസ് ഹൗസിൻ്റെ ഒരു കാഴ്ചക്കാരൻ കൂടിയായ ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ പറഞ്ഞു, ശൈല ടീച്ചറെ മട്ടന്നൂർ തന്നെ നിർത്തിയിരുന്നെങ്കിൽ അത് ഈസിയായി മാറിയേനെ. സനോജിനെ പയ്യന്നൂർ നിർത്തിയെങ്കിൽ അവിടെയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. തളിപ്പറമ്പിൽ മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ആ തിരിച്ചടിയും ഒഴിവാക്കാമായിരുന്നു എന്ന്. 3 സീറ്റ് ഓക്കെ ആയോ? അപ്പോൾ ജയിച്ചോ തോറ്റോ എന്നതിനപ്പുറത്ത് അതത് മണ്ഡലങ്ങളിൽ പാർട്ടി അണികൾ ഷോക്ക് നൽകിയതിനോടൊപ്പം ആ ഷോക്ക് വരാനുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. മറ്റു മണ്ഡലങ്ങളിൽ അതിൻ്റെ അനുരണനം ഉണ്ടായി എന്നതുകൂടിയുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം ഉണ്ടാക്കിയ അനുരണനം ജനം സംശയിച്ചതാണ്. പയ്യന്നൂരിൽ പാർട്ടി പ്രവർത്തകരിലെ സംശയം ദൂരീകരിക്കാനും കഴിഞ്ഞില്ല. മട്ടന്നൂരിൽ ടീച്ചറെ മാറ്റിയതും പ്രതിസന്ധി ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇവിടെയാണ് ഈ ആശയവിനിമയത്തിൻ്റെ പ്രശ്നം വരുന്നത്. അത് ഓരോ ഘട്ടത്തിലും കൃത്യമായ നിലയിൽ ആളുകളിലേക്ക് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരിലേക്ക് ആശയം എത്തിക്കുക എന്നുള്ള പ്രധാനമാണ്. അത് അംഗങ്ങളോട് സംസാരിക്കുന്ന നിലയിലല്ല. ഇപ്പോൾ CPMനാകെ 5 ലക്ഷത്തിൽ താഴെ പാർട്ടി അംഗങ്ങളേ ഉള്ളൂ. ആ 5 ലക്ഷത്തിൽ താഴെ പാർട്ടി അംഗങ്ങളല്ലല്ലോ ജനം അല്ലെങ്കിൽ അധികാരത്തിലേറ്റേണ്ട വലിയ സമൂഹം. അപ്പോൾ ഈ 5 ലക്ഷത്തോട് സംസാരിക്കുന്നത് പോലെ പൊതുജനത്തോട് സംസാരിച്ചിട്ട് കാര്യമില്ല. കൃത്യമായ കമ്മ്യൂണിക്കേഷൻ നടക്കണം. അതിൽ MV ഗോവിന്ദ മാഷിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി എത്രമാത്രം വിജയിച്ചു എന്നുള്ളത് പ്രധാനമാണ്. എല്ലാം ജനം മനസ്സിലായിക്കോളും, നമ്മളൊന്നും പ്രത്യേകിച്ച് പറയേണ്ട എന്നുള്ള പഴയകാല സിദ്ധാന്തവുമായി മുന്നോട്ട് പോയിട്ടും കാര്യമില്ല. അത്തരത്തിൽ ആളുകളിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മൾ നിങ്ങളുടെ സുഹൃത്താണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇനിയുള്ള കാലത്ത് വേണ്ടത് എന്നുള്ളതാണ് ഈ കാര്യത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതിലേക്ക് നമ്മൾ ഇനിയും എത്തുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യവും. മറ്റൊന്ന്, CPMനെ പ്രതിക്കൂട്ടിലാക്കിയ ആരോപണങ്ങളിൽ പാർട്ടി സാധാരണ പ്രവർത്തകരെ ബോധ്യപ്പെടുന്നതിൽ വിജയിച്ചില്ല എന്നുള്ളതാണ്. അതിൻ്റെ കൂടി ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ് പാർട്ടിക്കാർ തന്നെ നൽകിയത് എന്നാണ് നമ്മൾ പറയുന്നത്. ന്യൂസ് ഹൗസിൽ തന്നെ പലതവണ തുടർഭരണത്തിൻ്റെ മികവുകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. ഒരുപക്ഷെ കേരളം കണ്ട മികവുറ്റ ഭരണ കാലയളവിലൂടെയാണ് 10 വർഷമായി കടന്നുപോയത് എന്ന കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമില്ല. എന്നാൽ ജനങ്ങളിലേക്ക് അത് എത്തിക്കുന്നതിൽ പുതിയ കാലത്തെ പൗരൻ്റെ മാനസിക നിലയെ പരിഗണിച്ചോ എന്നത് പ്രധാനമാണ്. ഇപ്പോൾ ഈ തരത്തിൽ തുടർഭരണത്തിൻ്റെ തുടർച്ചയായി പ്രാദേശിക തലത്തിലൊക്കെ ആളുകൾ പ്രശ്നങ്ങളുമായി വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ ആ ഘട്ടത്തിൽ ഒരു പ്രശ്നമായി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ നേതാക്കൾ എത്രമാത്രം വിജയിച്ചു? രണ്ടാം തട്ടിൽ ഒരു നേതൃനിര ഒരു അധികാര കേന്ദ്രം എന്ന നിലയിൽ പ്രവർത്തിച്ചുവോ എന്നുള്ളത് കേരളം മുഴുവൻ പാർട്ടി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. പാർട്ടിയും പാർട്ടി പ്രവർത്തകരും രണ്ടായി മാറി, പാർട്ടി തന്നെ 2 കഷ്ണമായി മാറി എന്ന ആളുകൾ പറയാറുണ്ട്. അത്തരത്തിലുള്ളൊരു പ്രശ്നത്തെ നമ്മൾ നേരിട്ടോ അതിൻ്റെ തുടർച്ചയായി പാർട്ടിക്കെതിരായോ എന്നുള്ളതൊരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ CPM പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഈ രോഷം ആണ് ജനം പലപ്പോഴും അല്ലെങ്കിൽ പാർട്ടി അനുഭാവികൾ പ്രകടിപ്പിച്ചത് വോട്ടിങ്ങിലൂടെ എന്നാണ്
നമുക്ക് വിചാരിക്കാൻ കഴിയുക. എന്തായാലും പ്രധാനപ്പെട്ടൊരു തിരിച്ചടിയുടെ തുടർച്ചയായിട്ട് CPM-ന് ഒരു പ്രതിപക്ഷത്തിരിക്കുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ചൊരു പുത്തരിയുള്ള കാര്യമില്ല. അതുകൊണ്ട് അവർക്ക് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരുപക്ഷെ ഭരണപക്ഷത്തിരിക്കുന്നതിനേക്കാളും വലിയ നിലയിലുള്ള പ്രവർത്തനോർജ്ജം ലഭിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPIM. അതുകൊണ്ട് പ്രതിപക്ഷത്ത് ഇരിക്കുന്ന ഇനിയുള്ള 5 വർഷം ഒരുപക്ഷെ അനിവാര്യമായ ഒരു ഘട്ടമായി പാർട്ടി എന്ന നിലയിൽ CPM തിരിച്ചറിയുന്നുണ്ടാകും. ഇനിയും ഒരു തുടർഭരണം ഏത് മട്ടിൽ അടിത്തട്ടിനെ ഉലച്ചു കളയും എന്നുള്ള ആശങ്ക ഉയർത്തുന്നതിൻ്റെ തുടർച്ചയായി തന്നെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ CPM-ന് കൂടുതൽ മുന്നോട്ട് പോകുന്നതിന് ഊർജ്ജം ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. അവരുടെ പ്രവർത്തന ശൈലി വെച്ച് ഭരണം ഉണ്ടെങ്കിൽ, ഇപ്പോൾ UDF പറയുന്ന പോലെ ഭരണമില്ലെങ്കിൽ പാർട്ടി പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഭരണം കിട്ടണം എന്ന് പറയുന്ന ശൈലിയല്ല CPM-ൻ്റേത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഇനി പ്രതിപക്ഷത്ത് ഇരുന്നു കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് പോവുക. ഇപ്പോൾ പിണറായി വിജയൻ ഇനി വിജയിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ G. സുധാകരനും കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും ഒക്കെ ഇരിക്കുന്ന ഒരു സഭയിലാണ് ഇരിക്കേണ്ടി വരിക എന്നുള്ളതാണ് തിരുത്തൽ അനിവാര്യമാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം. മുതിർന്ന നേതാക്കളുടെ പരാജയമൊക്കെ പ്രധാനമാണ്. പലപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത ഘട്ടം, ഇപ്പോൾ AK ശശീന്ദ്രനെ ഘടകകക്ഷിയാണെങ്കിലും AK ശശീന്ദ്രനൊക്കെ മത്സരിക്കാൻ പോകുമ്പോൾ ആ തരത്തിലുള്ള വിമർശനങ്ങൾ അന്ന് തന്നെ വന്നതാണ്. അതിൻ്റെയൊക്കെ ഫലം ഇപ്പോൾ ലഭിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു വസ്തുത. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലത്ത് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ CPM-ന് അതിൻ്റെ ഏറ്റവും കരുത്തുറ്റ ഒരു ഊർജ്ജം സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ട കാലയളവാണ്. അത് ഏത് മട്ടിലാണ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. തിരുത്തലിലൂടെ മുന്നോട്ട് പോവുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് പ്രധാനമാണ്. അതിനവർക്ക് കഴിയും എന്നുള്ളത് ചരിത്രം തെളിയിക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു കാലയളവിലേക്ക് ഈ 5 വർഷം അവർക്ക് പുനർവിചിന്തനത്തിനും അത് പ്രാവർത്തികമാക്കുന്നതിനും കഴിയും എന്ന് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.